ബ്രഹ്മമംഗലം വിഷ്ണുനാരായണൻ ഭാഗം 2. അപ്പുവിൻ്റെ മുഖത്ത് ഇറങ്ങുമ്പോൾ കണ്ട ആ തീഷ്ണതയൊന്നും ഇപ്പോഴില്ല. ഭയത്തിൽ ചൂളിയാണ് അവൻ്റെ ഇരിപ്പ്. വഴിയിലെങ്ങാനും ഒരു കരി ചിഹ്നം വിളിച്ചാൽ അവൻ വീണു പോയേക്കാം. ബ്രഹ്മമംഗലം തറവാടിൻ്റെ മുറ്റത്ത് ഒരോരം ചേർന്ന് നിന്നു ഓട്ടോറിക്ഷ. രാമേട്ടനാണ് ആദ്യം ഇറങ്ങിയത്. ആദ്യം വെച്ച കാല് വലത്താണോ ഇടത്താണോ എന്ന് ശങ്കിച്ചു നിന്ന് മൂപ്പര്. വിഷ്ണു ഇന്നീ നിൽക്കണ നിൽപ്പും കൊല്ലങ്ങൾക്ക് മുമ്പ് 2-3 മാസം വിഷ്ണുവിൻ്റെ ഒന്നാമനായിട്ടായിരുന്നു രാമേട്ടൻ. അതിനു മുൻപ് രാഘവേട്ടനുണ്ടായിരുന്ന കാലം 3-4 വർഷം രണ്ടാമനും. ഇദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ണിയേട്ടൻ കൈപ്പറ്റിയത്. അന്ന് ആ ഒഴിവിന് ഇങ്ങേരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിക്കു മുൻപേ പോകേണ്ടിയിരുന്ന ആൾ. അവന് ചൂരു പരിചയം ഉള്ള ഒരാൾ കൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് രാമേട്ടനെ കൂടെ കൂട്ടിയത്. ആദ്യം വരാൻ കൂട്ടാക്കാതെ നിന്നു. ഒടുവിൽ പൊക്കി എന്ന തരത്തിൽ കടത്തിക്കൊണ്ടു വന്നതാണ് കക്ഷിയെ. മനയ്ക്കൽ ഇറയൻമുഖത്ത് ചാരുകസേരയിൽ ഹരിശങ്കറുണ്ട്, വിഷ്ണുവിൻ്റെ ഉടയോൻ. 5 ആനകളിൽ നിന്നും ആന 3 കുറഞ്ഞിട്ടും ആ ഗാംഭീര്യത്തിനും തലക്കനത്തിനും ഒട്ടും കുറവില്ല. എന്നെക്കാൾ 5-6 വയസ്സ് മൂപ്പ് കൂടും ആൾക്ക്. ഞങ്ങൾ മൂവർ സംഘത്തെ കണ്ടപടി ആള് ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റ് കയറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. മുന്നിലെ നടയിൽ വെച്ചിരുന്ന നിറഞ്ഞ കിണ്ടിയിലേക്ക് നോക്കി ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന അപ്പുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ, രാമ, എന്തായി കാര്യങ്ങൾ? എത്രയായി കണ്ടിട്ട്? ഇപ്പോൾ ഒന്നും ഇല്ല. ഒയ്യാരം അനന്തൻ്റെ മുകളിൽ നിന്ന് വീണിരിക്കുകയായിരുന്നു. കുറേയായി പണിക്കിറങ്ങിയിട്ട്. മകളുടെ വീട്ടിലായിരുന്നു എന്ന് തുടങ്ങി. ഇവിടെ നിന്നിറങ്ങിയ അന്ന് മുതൽ ഉള്ള രാമേട്ടൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പുള്ളിക്കറിയാം. പക്ഷേ മുൻപരിചയം എന്നെക്കാൾ രാമേട്ടനോട് ആയോണ്ട് ചോദ്യം ഒന്നുണ്ടാക്കി തെറ്റിച്ചു, അത്ര തന്നെ. തന്നെക്കാൾ മിനിമം ഒരു 20 വയസ്സിൻ്റെയെങ്കിലും മൂത്ത ഒരാളെ പേര് വിളിക്കുന്നു. രാമേട്ടൻ മറുപടി പറഞ്ഞപ്പോഴും അതിൽ ഹരിയേട്ടൻ എന്ന് ചേർത്താണ് ചൊല്ലിയത്. അത് പുള്ളി ബഹുമാനപൂർവ്വം ചേർത്തതാണ്. ആനക്കേരളത്തിലെ ഏത് പാപ്പാനായാലും ഏത് ആനയുടെ ഉടയോനായാലും ഹരിയേട്ടൻ എന്നേ വിളിക്കൂ. അതാണ് ബ്രഹ്മമംഗലം ഹരിശങ്കർ. അച്ചു അല്ലേ? ചോദ്യം എന്നോടാണ്. അച്ചു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കണതാണ് അച്ചുവേട്ടൻ. എന്നും വിളിക്കും. ഇവനടക്കം രണ്ടാമന്മാർ ശ്രീഹരിന്നാണ് മുഴുവൻ വിളി. എനിക്ക് സുഖം അച്ചുവാണ്. കേട്ടതും അങ്ങനെയാ. വയസ്സ് 32 അല്ലേ? മുൻപ് പ്രായിക്കരയിലും ഒരു പാപ്പാനുണ്ടായിരുന്നു അച്ചു. ഭയം തെല്ലുപോലും ഇല്ലാത്ത ഒരു വല്ലാത്ത മോരി. കേട്ടിട്ടുണ്ട് ഞാനും ആ മൂപ്പിലാനെപ്പറ്റി. സംസാരത്തിനിടയിലും കാതിൽ ഒരു തരി ചങ്ങല കിലുക്കമോ ചിഹ്നം വിളിയോ ഞാൻ കാതോർക്കാതെ ഇരുന്നില്ല. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ പതിഞ്ഞില്ല കാതിൽ. രാമ, പറഞ്ഞു കൊടുത്തില്ലേ നമ്മുടെ ചെക്കൻ്റെ ചരിതമെല്ലാം? അവൻ 6 മാസമായി തറയിൽ തന്നെയാണ്. എന്ത് കൊടുക്കാം? ആർക്കും കഴിക്കും. നോക്കി നിൽക്കാം ആർക്കും. പക്ഷേ ചൂരൻ മണം പാപ്പാൻ്റേതെന്ന് തോന്നുന്ന ഒരുത്തൻ അടുത്താൽ അവൻ്റെ വിധം മാറും. ഞാൻ ചിരിച്ചു. രാമേട്ടനും അപ്പവും ഭയപ്പാടോടെ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഭയമായിരുന്നു ഹരിയേട്ട. വന്നെത്തണ ഈ നേരം വരെ അവൻ തന്നെയായിരുന്നു എൻ്റെ നാവിൽ. ഈ കുഞ്ഞിനെ ഞാൻ പിന്തിരിപ്പിക്കാൻ നോക്കിയതാ. പണി 18. കേട്ടില്ല. കുട്ടി നമ്മുടെ ഗോപിയുടെ ഒന്നാമനല്ലേ, ചന്ദനപ്പടിക്കലേ. അവൻ തന്നെ തുടർന്നാൽ മതിയാകും എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എഴുന്നേറ്റ് വെറുതെ ഒന്ന് നടന്നു. രാമേട്ടനെ സംശയഭാവത്തിൽ 2-3 വട്ടം നോക്കിക്കൊണ്ട്. അതിനിടയിൽ അകത്തുനിന്നും ഒരു സ്ത്രീ ഓട്ടുകോപ്പയിൽ ഞങ്ങൾക്ക് സംഭാരവുമായി വന്നു. അത് കുടിക്കുന്നതിനിടയിലും ഞാൻ ശ്രദ്ധിച്ചു. ഇവനെ കൊണ്ടിതൊക്കുമോ എന്ന സംശയഭാവം ആ നോട്ടത്തിൽ ഇല്ലാതിരുന്നില്ല. ഹരിയേട്ടൻ, നിങ്ങൾക്ക് അങ്ങ് ബോധിച്ചില്ല അല്ലേ എന്നെ? സത്യാണ്. രാഘവേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും അത്ര ഒന്നും വരില്ല ഞാൻ. പക്ഷേ അവനെ അഴിക്കും. അവനെ അഴിക്കുവാണേൽ ഞാനേ അഴിക്കൂ. ഒരു ഉറപ്പായിട്ട് കൂട്ടിക്കോ. അല്ലേലും കൊടുങ്കാറ്റത്ത് കോണകം പറപ്പിച്ചവരും കുറേ വന്നിരുന്നല്ലോ. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ തെറ്റ്? അയാൾ എനിക്കൊരുത്തരം പറയാൻ ആഞ്ഞതായിരുന്നു. അപ്പോഴേക്കും ഉമ്മറത്തേക്ക് ഒരു വീൽ സ്ട്രെച്ചർ ഉരുണ്ടു വന്നു. വല്യതമ്പുരാൻ, ഹരിയേട്ടൻ്റെ അച്ഛൻ, ബ്രഹ്മമംഗലം ശങ്കരവർമ്മ. ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. എന്നെ കണ്ട് അപ്പവും. പ്രായം ഇരുത്തിക്കളഞ്ഞ ആ മുഖത്തിപ്പോഴും സൂര്യനാണ്. പറച്ചിലൊക്കെ അവിടെ ഇവിടെയും ഒക്കെയായി കേട്ടു. ഒക്കുമെങ്കിൽ അഴിച്ചോളൂ. ഒക്കും എന്ന് തോന്നിയാൽ മാത്രം അടുത്താൽ മതി കേട്ടോ.
ഓ, ഗോപിയുടെ ഒന്നാമനായിരുന്നു അല്ലേ? അനിലിൻ്റെ പക്കൽ എത്തണമെന്ന് മുന്നേ എൻ്റെ കുട്ടിയായിരുന്നു. വിഷ്ണുവിനേക്കാൾ എളുപ്പമാണ് 5-6 കൊല്ലത്തിന്. അറിയാമായിരുന്നു എനിക്ക് ഗോപി ബ്രഹ്മമംഗലത്തെ ആയിരുന്നു എന്ന്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഒരു ആനപ്രേമത്തിൻ്റെ കഥ, ഒരു ചൂതിൻ്റെ കഥ. ആ കഥ ഓർക്കുന്നതിന് മുമ്പ് തമ്പുരാൻ പറഞ്ഞു തുടങ്ങി. പിന്നെയും, പാവമായിരുന്നു എൻ്റെ കുട്ടി. വിഷ്ണുവേ, എൻ്റെ ചെറിയൊരു പിഴവുകേട് കാരണം അവനൊരു കൈയബദ്ധം പറ്റി. അന്ന് മുതലാ അവൻ നീരുകാലത്ത് അവനു ആ ഓർമ്മയായത്. അതാ. എല്ലാം അറിയാൻ തമ്പുരാൻ. രാമേട്ടൻ ഉണ്ടല്ലോ കൂടെ, അറിയാത്തത് പറഞ്ഞു തരാൻ. പിന്നെ അപ്പവും മോശക്കാരനല്ല. ഹരിയേട്ടൻ മുറ്റത്തേക്കിറങ്ങി നടന്നു. തമ്പുരാൻ്റെ കാൽക്കൽ ഒന്ന് തൊട്ടു ഞാനും. നടവയ്പ്പിൻ്റെ താളത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പുവിൻ്റെയും രാമേട്ടൻ്റെയും ഹൃദയതാളം. മന വിസ്തൃതമായ ഒരു വലിയ പ്രദേശത്താണ്. മനയുടെ തെക്കുഭാഗത്തായി ഒരു തറി, വടക്ക് എതിരെയായി 2 തറികൾ. അത് ശിവരാമൻ്റെയും പാർത്ഥൻ്റെയുമാണ്. ആ 2 തറികളും ഒഴിഞ്ഞു കിടക്കുന്നു. തെക്ക് ഭാഗത്ത് തറിയുടെ നോട്ടവശം ഒരു നീല താർപ്പ കൊണ്ട് മൂടിയിട്ടിരുന്നു. അത് കണ്ടപ്പോഴേ മനസ്സിലായി അവിടാകും നമ്മുടെ ആളെന്ന്. ഹരിയേട്ടൻ അവൻ്റെ അടുത്തേക്ക് നടന്നു പോയപ്പോഴും ഞാൻ ദൂരെ നിന്നേയുള്ളൂ. അവനെ കണ്ണെത്താത്തതിനും അപ്പുറം. കാറ്റു വീശി കോളിളക്കം രൂപാന്തരപ്പെട്ടു. കടലിൽ ഇടതും വലതും ആടിയുലഞ്ഞു നിൽക്കുന്ന ഒരു പത്തേമാരി പോലെ അവൻ. തൻ്റെ ഉടയോനെ കണ്ടപാട് അവൻ ചിഹ്നം വിളിച്ചു തുമ്പിക്കൈ ഉയർത്തി. അവൻ്റെ തറി കണ്ടത്തിനു സമാനമാണ്. ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു അത്. കരിവീട്ടി നിറം പൂണ്ട കൊമ്പൻ ചെമന്ന ചെമ്മണ്ണിൻ്റെ നിറത്തോട് ഒട്ടി നിന്നു. രാമേട്ടൻ ഹരിയേട്ടനൊപ്പം തന്നെ ഉണ്ട്. മനസ്സിൽ ഇതുവരെ ഭയമായിരുന്നെങ്കിൽ കൂടിയും അവൻ്റെ ഉയർന്ന തലക്കുന്നിയിലും നിലത്തൊഴിയുന്ന തുമ്പിയിലും ജ്വലിച്ചു നിൽക്കുന്ന അഴകിനടുത്തേക്ക് പോകാതിരിക്കാനായില്ല അയാൾക്ക്. അപ്പോൾ എന്നെ ഒട്ടി നിന്നു. അച്ചുവേട്ടാ, എന്താ നിങ്ങൾ പറഞ്ഞപടി ഒക്കുമോ? എങ്ങനെയാ ഇവനെ? ഭയം തെല്ലുന്നു കൂടി എന്ന് തോന്നുന്നു അവൻ്റെ മനസ്സിൽ. അവൻ്റെ ആ ചോദ്യത്തിൽ ഉണ്ട് അത്. നിനക്ക് നല്ല ഭയമുണ്ടല്ലേ? ഇറങ്ങിപ്പോ. ഇങ്ങനെ അല്ലായിരുന്നു നീ. ഞാനില്ലേ നിൻ്റെ ഒപ്പം. ആദ്യമായിട്ടാ നീ കൊമ്പനെ കാണണേന്ന് തോന്നുന്നുവല്ലോ. അറങ്കുളം കൊച്ചു കേശവൻ എത്ര ആളെ കൊന്നിട്ടുണ്ട്. കുന്തലക്കാടനോ? അവരെയൊക്കെ ഓരോരുത്തരെ കൊണ്ട് നടക്കണില്ലേ അപ്പോ? അതുപോലെ തന്നെ വിഷ്ണു. മനസ്സ് വെച്ചാൽ അഴിക്കാം, അത്ര തന്നെ. അതിന് ഞാൻ മാത്രം മനസ്സ് വെച്ചിട്ട് കാര്യമില്ല എന്നു മാത്രം. എൻ്റെ പേടി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ അച്ചുവേട്ടാ. ഞാൻ ചിരിച്ചു. പലരും വന്നിട്ടും അഴിക്കാൻ പറ്റിയില്ല അവനെ. നമ്മൾക്കും പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ പറ്റിയാൽ കേരളം കണ്ട ഏറ്റവും പ്രതാപശാലിയായ ആനയുടെ 3ാമനാ നീ. അത് മാത്രം ഓർത്താ മതി. ഞാൻ എൻ്റെ കയ്യിലെ കരിവള്ളിക്കോലും തോട്ടിയും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ്റെ ഷർട്ട് ഊരിച്ചു. ഇനി നീ അവൻ്റെ മുന്നിലേക്ക് നടന്നു ചെല്ല്. നിന്നെ അവൻ എങ്ങനെയാ സ്വീകരിക്കണേന്ന് ഞാനൊന്ന് കാണട്ടെ. അത് വേണോ? വേണം. തൻ്റെ ഉടയോൻ്റെയും മുൻ കൂറുകാരക്കാരൻ്റെയും മുന്നിൽ മസ്തിഷ്കം ഇളക്കി തുമ്പിയാട്ടി സ്നേഹക്കടലായി നിന്നിരുന്ന വിഷ്ണുവിൻ്റെ മുന്നിലേക്കാണ് അപ്പു ഒരു പാപ്പാൻ്റെ സത്വം ആവാഹിച്ചു വന്നു നിന്നത്. കയ്യിൽ കരിവള്ളിക്കോലും തോട്ടിയുമായി അപ്പുവിനെ കണ്ട് ഒരു നിമിഷം അവൻ സ്തബ്ധനായി നിന്നു. പെട്ടെന്നായിരുന്നു അവനിൽ ആസുരത്വം നിറഞ്ഞത്. കാലുകളിലെ ചങ്ങല വലിക്കാൻ ശ്രമിച്ചതും ഇടിമുഴങ്ങുമാറുച്ചത്തിൽ ചിഹ്നം വിളിച്ചും തുമ്പിയിൽ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ പട്ടകൾ വാരിയെറിഞ്ഞും അവൻ ആ അസുരത്വത്തിൻ്റെ പൂർണ്ണ കുംഭം ചൂടി. ഉള്ളിൽ ഭയം നിറഞ്ഞിട്ടും അപ്പവും രാമേട്ടനും തെല്ലും പതറാതെ നിന്നു. ഇടയ്ക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ് രാമേട്ടൻ അവനെ പേര് ചൊല്ലി വിളിച്ചു. വിഷ്ണു മോനെ. ആ വിളിയിൽ തെല്ലൊന്നടങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിലും തൻ്റെ ശ്രമത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കാതെ അവൻ്റെ ദേഷ്യം പൂർണ്ണതയിലേക്ക് എത്തി നിന്നു. ഇതിനപ്പുറം പുറകിലേക്ക് വലിച്ചു നിർത്തിയിരുന്ന അമരത്തിനാലും മുൻപിലോട്ട് വലിയിട്ട നടയിനാലും അവന് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ്റെ മുൻപിലേക്ക് വരാതിരുന്ന എൻ്റെ ആ രീതി ഹരിയേട്ടനിൽ ചോദ്യഭാവം സൃഷ്ടിച്ചു. അവന് മുഖം കൊടുക്കാതെ അഴിക്കുക എന്നതായിരുന്നു ഞാൻ മുന്നിൽ കണ്ടിരുന്ന ചട്ടം. 2 കുല നേന്ത്രപ്പഴവുമായി എത്തിയ മനക്കിലെ ഒരു ജോലിക്കാരനെ കണ്ടപ്പോൾ രാമേട്ടനും എൻ്റെ നേർക്കൊന്ന് നോക്കി. ഓട്ടോയിലെ സവാരിക്കിടയിൽ ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന അവനെ പൂട്ടാനുള്ള ചട്ടക്കെണി.
നേന്ത്രക്കുല രാമേട്ടൻ വാങ്ങി. ചുവന്ന കണ്ണുകളാൽ തലയനക്കം നിർത്താതെ നീളൻ ചിഹ്നം വിളികളുമായി നിന്ന അവന് എത്താൻ പാകത്തിന് ആ നേന്ത്രക്കുലയുമായി രാമേട്ടൻ വീണ്ടും എന്നെ നോക്കി. കയ്യിൽ കരിവള്ളിക്കോല് പിടിപ്പിച്ച ആനയെ ചൂരു തിരിച്ചു മനസ്സിലാക്കാൻ പഠിപ്പിച്ച അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചു ഞാൻ ഓടി. അവന് കണ്ണെത്താത്ത അവൻ്റെ തറയ്ക്കു പുറകിലേക്ക്. മനസ്സിൽ ഉന്നം അതായിരുന്നു. രാമേട്ടൻ നീട്ടുന്ന പഴക്കുല വാങ്ങാൻ അവൻ ശ്രദ്ധ തിരിയുന്ന ആ ഒറ്റ നിമിഷം അവൻ്റെ അമരത്തിൽ ചവിട്ടി വാലിൽ പിടിച്ചു പുറത്തു കയറണം. ആളു കയറി എന്നു മനസ്സിലാക്കി അവൻ കളി തുടങ്ങുന്നതിന് മുൻപേ കഴുത്തിൽ ഇരിപ്പുറപ്പിക്കണം. അപ്പു എറിഞ്ഞു തരുന്ന തോട്ടി അവൻ്റെ ചെവിയിൽ കൊളുത്തി വലിക്കണം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. രാമേട്ടൻ നേന്ത്രക്കുല അവൻ്റെ നേർക്ക് നീട്ടി. തെല്ലുമടിച്ചെങ്കിലും കലിക്ക് ഇടയിൽ അവനത് വാങ്ങാൻ തുമ്പിക്കൈ നീട്ടി. തല ഉയർത്തി വാ പിളർന്ന് പഴക്കുല വായിലേക്ക് വയ്ക്കുന്ന കഷ്ടി ഒരു വിനാഴികയാണ് എനിക്ക് കിട്ടിയത്. പുറകിലേക്ക് വലിച്ചു ബന്ധിച്ചിരുന്ന അമരത്തിൽ ചവിട്ടി വാലിൽ പിടിച്ചു ഞാൻ കയറി. അത് മനസ്സിലാക്കി അവൻ ഞെളിപിരി കൊണ്ട് തുടങ്ങിയപ്പോഴേക്കും ഭാഗ്യത്തിന് കഴുത്തിൽ എനിക്ക് ഇരിപ്പ് കിട്ടി. തുമ്പിയിലെ പഴക്കുല അപ്പുവിൻ്റെ നേർക്കായി അവൻ വലിച്ചെറിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച അത്രയും ശക്തനായിരുന്നില്ല വിഷ്ണു. ചിഹ്നം വിളിയിലും തലയാട്ടലിലും തുമ്പിയൂത്തിലും ഒക്കെയാണ് തൻ്റെ ഭയരൂപം അവൻ മറ്റുള്ളവരിൽ വരച്ചു വെച്ചിരുന്നത്. അതിനപ്പുറം ശക്തരിൽ ശക്തൻ എന്ന മൂടുപടം മാത്രമേ അവനിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ആനപ്പാവ് തുടങ്ങേണ്ട സമയത്തും തറയിൽ കൃത്യമായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 6 മാസക്കാലയളവായി അവൻ ഈ നേരത്തോടെ അവനിലെ മതശക്തി മുഴുവൻ ഒക്കെ കെട്ടിടങ്ങിയിരുന്നു. എങ്കിലും എന്നെ നിലത്തു ചാടിക്കാൻ സകല പയറ്റും ചെയ്യാതിരുന്നില്ല. അവൻ്റെ കഴുത്തിലെ വടത്തിൽ കാലുടക്കിയും കൈകൾ വടത്തിനിടയിലൂടെ കയറി പിടിച്ചും ഞാനിരുന്നു. അവരിലെല്ലാം നിറഞ്ഞു തുളുമ്പിയ ഭയം എൻ്റെ മനസ്സിലും ഉയരാതിരുന്നില്ല. അവനെ അടക്കാൻ ഹരിയേട്ടനും രാമേട്ടനും സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ശ്രദ്ധയും ചിന്തയും എന്നെ നിലത്തു വീഴ്ത്തുക എന്നതു മാത്രമായിരുന്നു. അവൻ അടങ്ങാൻ ഒരുക്കമില്ലെന്ന് എനിക്കുറപ്പായി. അപ്പുവിൻ്റെ നേരെ ഞാൻ കൈനീട്ടി. കൃത്യമായി തോട്ടി അവൻ എൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു തന്നു. ചെവിക്കു താഴെ കന്നക്കുഴിക്കടുത്തായി ഞാൻ കൊളുത്തി തോട്ടി വലിച്ചു. മസ്തിഷ്കം പിളർക്കുമാറ് വലിയ വായിൽ അവൻ ചിഹ്നം വിളിച്ചു. എങ്കിലും അടങ്ങാൻ ഒരുക്കമില്ല. 1-2 വട്ടം തോട്ടി ചെവികൾ മാറ്റി പലയിടത്ത് ഞാൻ കൊളുത്തി. ഏകദേശം 1/4 നാഴികയോളം തുടർന്നു ഈ അഭ്യാസം. ഒടുവിൽ അവൻ പതിയെ മെരുങ്ങിയെന്നോണം അനക്കം നിർത്തി വേദനയാൽ ചിഹ്നം വിളിച്ചു തുടങ്ങി. അടുത്ത പയറ്റ് രാമേട്ടൻ്റേതാണ്. അവൻ്റെ വലത്തെ അമരത്തിൻ്റെ 3-ാം നഖത്തിൽ ഉണ്ണിയേട്ടൻ സൂക്ഷിച്ചിരുന്നൊരു ചട്ടവ്രണം ഉണ്ട്. അവിടെ എനിക്കും രാമേട്ടനും അപ്പുവിനും മാത്രം അറിയാവുന്ന രഹസ്യം. കേരളത്തിൽ അപൂർവം ചില ആനകളിൽ ഉടയോന്മാർ കാണാതെ പാപ്പാൻ സൂക്ഷിക്കുന്ന ഒന്നാണിത്. കൊണ്ടു നടക്കാൻ പാടുള്ള ആനകളിൽ ഒരിക്കലും ഉണങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു മുറിവ്. അതിലൊന്ന് തൊട്ടാൽ മതി, ഏതു വിരണ്ടോടിയ കൊലകൊമ്പനും നിൽക്കും. തറയിൽ ഓരത്തു നിന്നും രാമേട്ടൻ അവൻ്റെ അമരത്തിലെ ആ ചട്ടവ്രണത്തിലേക്ക് വലിയ കോലുകൊണ്ട് അമർത്തിക്കുത്തി. വേദനിച്ചു പുളഞ്ഞ് അവൻ ദീർഘമായി ചിഹ്നം വിളിച്ചു. രണ്ടാമതും അതിലേക്ക് വീണ്ടും കുത്തിയപ്പോൾ അപ്പുറം വേദനയിൽ അവന് കീഴടങ്ങുകയേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇരുന്നു, ഒച്ച വയ്ക്കാതെ, തുമ്പിക്കൈ ചീറ്റിക്കൊണ്ട്. അവനിൽ ആധിപത്യം സ്ഥാപിക്കാൻ തക്ക കെൽപ്പുള്ളവരാണ് വന്നിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായിരിക്കണം. ഒന്നുറക്കെ തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചുകൊണ്ട് അവൻ നീരുകാലത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. എല്ലാം കണ്ട് സ്തബ്ധനായി നിന്നു ഹരിയേട്ടൻ. അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ അവനിൽ നിന്നും ഇറങ്ങി. അപ്പുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കരിവള്ളിക്കോലുമായി അവൻ്റെ മുന്നിലേക്ക് തന്നെ. അവൻ്റെ തുമ്പിയിലും നെറ്റിയിലും കൊമ്പിലും പിടിച്ചു. അവൻ കലി പൂർണ്ണമായും അടങ്ങാതെ തുമ്പി ചീറ്റി. രാമേട്ടൻ വലിയ കോല് അവൻ്റെ ചെവിയിൽ ചാരി. ഇനിയൊന്ന് നനയ്ക്കാം അല്ലേ രാമേട്ട? കണ്ണുകൾ നിറഞ്ഞു രാമേട്ടൻ്റെയും, തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരാതെ. അപ്പവും കരയുക തന്നെയായിരുന്നു. ബീഡിയില്ലേ രാമേട്ട, ഒന്നു താ. ഓ, മടിക്കുത്തിൽ വെച്ചിരുന്ന ഒരു ബീഡിയെടുത്തു എനിക്ക് നീട്ടി എന്നെ കെട്ടിപ്പിടിച്ചു ആ മനുഷ്യൻ. അപ്പോൾ ഉള്ളിൽ ഞാൻ അഹങ്കരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മകൻ എന്നുള്ള അഹങ്കാരം. തുടരും.